ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ മറ്റൊരു വഴിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ CJ.com അഥവാ commissionjunction.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അഫിലിയേഷൻ മാർക്കറ്ററായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം കോൺസെപ്റ്റാണ് commissionjunction.com കാരും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ക്ലിക്ക് ബാങ്കിൽ പ്രോഡക്ട്സ് ഓൾറെഡി പ്രൊമോട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. ചില കാര്യങ്ങളിൽ മാത്രമേ കമ്മീഷൻ ജംഗ്ഷനും ക്ലിക്ക് ബാങ്കും തമ്മിൽ വ്യത്യാസമുള്ളൂ. അതെന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നേരം കളയാനില്ല, നമുക്ക് ഗൂഗിളിൽ പോകാം. ഗൂഗിളിൽ ചെന്ന് CJ.com എന്നടിക്കുക, അല്ലെങ്കിൽ കമ്മീഷൻ ജംഗ്ഷൻ എന്നടിക്കുക. കമ്മീഷൻ ജംഗ്ഷൻ എന്നടിച്ചാലും CJ.com എന്നടിച്ചാലും വരുന്ന ആദ്യത്തെ റിസൾട്ട് CJ അഫിലിയേറ്റ് ബൈ കൺവേർഷൻ, അതാണ്. ആ വെബ്സൈറ്റിൽ ചെല്ലുക. ഇങ്ങനെയാണ് CJ.com അഥവാ കമ്മീഷൻ ജംഗ്ഷൻ.comൻ്റെ ഹോം പേജ് ഇരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾക്ക് പബ്ലിഷറായിട്ട് പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങണം. ക്ലിക്ക് ബാങ്കിൽ നിങ്ങൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാവണം. നിങ്ങൾ ആദ്യം ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ CJ.comൽ വന്ന് പബ്ലിഷറായിട്ട് സൈനപ്പ് ചെയ്യുക. പബ്ലിഷറായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് ബേസിക്കലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് കമ്പനികൾ അവരുടെ പരസ്യങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാൻ അവിടെ അവൈലബിൾ ആക്കിയിട്ടിട്ടുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് ഓരോ കമ്പനികളുടെ അഫിലിയേഷൻ പ്രോഗ്രാമിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ആയാൽ അവരുടെ പരസ്യങ്ങൾ നിങ്ങൾക്ക് അവരുടെ പരസ്യത്തിൻ്റെ HTML കോഡ് കോപ്പി ചെയ്ത് കൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു ബാനർ പോലെയുള്ള പരസ്യം അല്ലെങ്കിൽ പിക്ചർ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ പരസ്യം 24/7 നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത സ്ഥലത്ത് കിടക്കും. ആരെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്ന് നിങ്ങളുടെ കണ്ടന്റ് വായിക്കുന്നതിൻ്റെ കൂടെ സൈഡിലുള്ള ആ ഒരു പരസ്യത്തെ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ എന്ത് പരസ്യത്തിനാണ് അപ്ലൈ ചെയ്തതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർവീസിനാണെങ്കിൽ ആ സർവീസ് തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പരസ്യം ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് അവർ വാങ്ങിച്ചാൽ നിങ്ങളുടെ ലിങ്ക് വഴിയെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ ലഭിക്കും. അപ്പോൾ അതാണ് ബേസിക്കലി അതിൻ്റെ ഐഡിയ. അപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി ഇതിലൊരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഹോം പേജ് കാണുമെന്ന്. ഓക്കെ, അപ്പോൾ കമ്മീഷൻ ജംഗ്ഷൻ്റെ ഹോം പേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എല്ലാം, ഈ അക്കൗണ്ടുകളെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എനിക്ക് വേറെ വർക്കിംഗ് അക്കൗണ്ട്സ് ഉണ്ട്, അത് ഞാൻ ടീച്ചിങ് പർപ്പസിന് യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു അക്കൗണ്ടാണ്. എന്നാലും നെയിം കറക്റ്റ് അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, റോബിൻ വർഗീസ് എന്ന് തന്നെയാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വൺസ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഗെറ്റ് ലിങ്ക്സിൽ വരിക. ഗെറ്റ് ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനൊരു പേജിലോട്ട് എത്തും. അതിനകത്ത് നിങ്ങളുടെ വെബ്സൈറ്റ് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവണം. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനെ പറ്റിയാണോ, എഡ്യൂക്കേഷനെ പറ്റിയാണോ, അല്ലെങ്കിൽ റിക്രിയേഷനെ പറ്റിയാണോ, ഓൺലൈൻ സർവീസുകളെ പറ്റിയാണോ, ഇൻഷുറൻസിനെ പറ്റിയാണോ, ഗെയിമിങ്ങിനെ പറ്റിയാണോ, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സിനെ പറ്റിയാണോ, ഫാമിലിനെ പറ്റിയാണോ, എൻ്റർടൈൻമെൻറ്റാണോ, ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ വെബ്സൈറ്റ് പെടുന്നതെന്ന് നിങ്ങൾക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ വരിക, നിങ്ങളുടെ വെബ്സൈറ്റ് എൻ്റർടൈൻമെൻറ്റിന് ബേസ് ചെയ്തിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം അങ്ങനെ വരുമ്പോഴേ ആളുകൾ എൻ്റർടൈൻമെൻറ്റിനെ പറ്റി അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ അതിനെപ്പറ്റി വായിക്കാൻ വരുന്നത്. അങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ നിങ്ങളുടെ ആ എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യത്തിലും ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വെബ്സൈറ്റ് എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡും നിങ്ങളുടെ സൈഡിലുള്ള പരസ്യം ഓട്ടോമോട്ടീവിനെ പറ്റിയോ ആർട്സിനെ പറ്റിയോ ഒക്കെ ആണെങ്കിൽ ആ കണ്ടന്റും പരസ്യവും തമ്മിലൊരു ബന്ധമില്ലാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് പ്രവർത്തിക്കില്ല. അപ്പോൾ എപ്പോഴും കണ്ടന്റും പരസ്യങ്ങളും എപ്പോഴും ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളെപ്പറ്റി ആക്കാൻ ശ്രമിക്കുക പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ.
ഗൂഗിൾ ആഡ്സെൻസിലാണെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസുകാർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കണ്ടന്റ് റിവ്യൂ ചെയ്ത് അതായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള പരസ്യങ്ങളായിരിക്കും അവർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ HTML പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഇതിലങ്ങനെയല്ല. ഇതിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് എന്താണോ അതേ അവിടെ കിടക്കുള്ളൂ. അത് മാറി മാറി വരില്ല. നിങ്ങൾ 5 ദിവസം കഴിഞ്ഞോ 10 ദിവസം കഴിഞ്ഞോ നിങ്ങളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ അന്ന് പോസ്റ്റ് ചെയ്ത ആഡ് എന്താണോ അതങ്ങനെ തന്നെ കിടപ്പുണ്ടാവുള്ളൂ. അത് മാറി മാറി പടങ്ങൾ മാറുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിച്ച് എന്നാണ് പറയുന്നത് അതിന്. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ നിച്ച്, അതായത് എന്ത് കാറ്റഗറി, എന്തിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റാണോ അതനുസരിച്ചുള്ള അഫിലിയേഷൻ ആഡിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അപ്രൂവ് ആക്കി അതിൻ്റെ പരസ്യങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഓക്കെ എൻ്റെ വെബ്സൈറ്റ് എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനിൽ ചെന്ന് നോക്കുക എന്തൊക്കെയുള്ളത്, എന്തൊക്കെ പരസ്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ കമ്പനിക്കാർ പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ പച്ചയുള്ളത് ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഏർണിങ്സ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ പച്ച, ആദ്യം പുതിയതായിട്ട് വന്നേക്കുന്ന പരസ്യങ്ങൾ കാണിക്കും. അതിൻ്റെ തൊട്ട് താഴെ കൂടുതൽ പച്ചയുള്ളത് തൊട്ട് ഒട്ടും പച്ച ഇല്ലാത്ത വരെയുള്ള ഇങ്ങനെ സോർട്ട് ചെയ്ത് നമ്മൾ കാണിക്കും. അപ്പോൾ അതിനകത്ത് കൂടുതൽ പച്ചയുള്ള പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യുക. കാര്യം കൂടുതൽ പച്ച കാണിക്കുന്നത് കൂടുതൽ ആളുകൾ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ പച്ചയുള്ള പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്തിട്ട് അവരുടെ പരസ്യങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ സോണി എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് അത് പുതിയതാണ്. ഇപ്പോൾ അവരുടെ പ്രോഗ്രാമിനെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വെറുതെ പരസ്യങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പ്രോഗ്രാമിന് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ അപ്രൂവ് ആയാലേ അവരുടെ പരസ്യങ്ങൾ എടുത്താൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതിനൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ പ്രോഗ്രാമുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് മേളിൽ അപ്ലൈ ടു പ്രോഗ്രാം ഞെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ചിന്തിക്കുക സോണി നെറ്റ്വർക്കിൻ്റെ ഇതിന് മാത്രം ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. ഓക്കെ, അപ്ലൈ ടു പ്രോഗ്രാം കൊടുത്തു. അപ്പോൾ ഓക്കെ, ദിസ് അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ പെൻഡിങ്ങിലാണ്, റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അവർ നമ്മുടെ വെബ്സൈറ്റ് അവർ പോയി ചെക്ക് ചെയ്യും. എൻ്റർടൈൻമെൻറ്റായിട്ട് ബന്ധപ്പെട്ടാണ്, അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് അവർക്ക് തോന്നിയാൽ അവർ ഈ പ്രോഗ്രാം നമുക്ക് അപ്രൂവ് ചെയ്ത് തരും. വൺസ് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ രണ്ട് മൂന്നെണ്ണം കണ്ടോ അപ്രൂവ് ആക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെന്നിട്ട് ഈ ബൈ റിലേഷൻഷിപ്പ് എന്ന ഈ ടാബുമ്മ ഗെറ്റ് ലിങ്ക്സിൻ്റെ താഴെ ബൈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ ടാബിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അപ്രൂവ് അയക്കണ എല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതിൽ പെൻഡിങ് ഓഫേഴ്സ് ഉണ്ട്, പെൻഡിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് ആകെപ്പാടെ ഇത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഈ ആഡ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ ഒന്നെങ്കിൽ പെൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡിക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് പരസ്യം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ഈ അക്കൗണ്ടിൽ ഈ 5 എണ്ണമാണ് ഇപ്പോൾ റിവ്യൂ കഴിഞ്ഞ് അപ്രൂവ് ആയിട്ടുള്ളത്. അപ്രൂവ് ആയാലും നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വ്യൂ ലിങ്ക്സ് എന്ന് പറയുന്ന ഈ എല്ലാത്തിനും ഉണ്ട്, എല്ലാ പരസ്യത്തിനും വ്യൂ ലിങ്ക്സ് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ വ്യൂ ലിങ്ക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പേജിലോട്ട് കൊണ്ടുപോകുന്നത്. ആ പേജിൽ പല രീതിയിലുള്ള പരസ്യങ്ങളുണ്ട് ആ പ്രോഡക്റ്റായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ഏത് സ്ക്വയർ ഷേപ്പിലാണോ നടക്കുന്നത്, നിങ്ങൾക്ക് എവിടെ സൈഡിലാണോ പോസ്റ്റ് ചെയ്യേണ്ടത്, താഴെയാണോ പോസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വലിയതായിട്ടാണോ പോസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സൗകര്യം പോലെ ഏതാ വേണ്ടതെന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക, എങ്ങനത്തെ പടം വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നീളത്തിലുള്ളതുണ്ടെങ്കിൽ ഇതൊക്കെ നീളത്തിലായിരിക്കും. അപ്പോൾ സാധാരണ ഈ വെബ്സൈറ്റിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ നീളത്തിൽ കാണുന്ന പരസ്യങ്ങളാണ് ഇതൊക്കെ. ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗെറ്റ് HTML കൊടുക്കുക. ജാവാസ്ക്രിപ്റ്റ് കൊടുക്കേണ്ട, ഗെറ്റ് HTML കൊടുത്തിട്ട് നിങ്ങളുടെ വിബ്ലി അക്കൗണ്ടിൽ ചെന്ന് നിങ്ങളുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് സൈഡിൽ ഈ HTML പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ പരസ്യം അവിടെ കിട്ടും. അപ്പോൾ ആ പരസ്യം അവിടെ കിടന്ന് ആരെങ്കിലും വന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ മൊത്തം സെയിൽസിൻ്റെ 8% നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. അതാണ് ബേസിക്കലി CJ.com, commissionjunction.com. എല്ലാവരും ഈ വെബ്സൈറ്റ് ഒന്ന് ട്രൈ ചെയ്യുക.
കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഞാൻ നീളം കുറയ്ക്കാനാണ് ഞാനിങ്ങനെ വേഗം പോകുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയും പ്രത്യേക ഏതെങ്കിലും സെക്ഷൻ മാത്രമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോയുടെ നീളം പരമാവധി കുറച്ച് വയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിട്ട് ഞാൻ ഇവിടെ നിർത്തിയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.